Hello everyone. Assalamu alaikum. Good morning. Hope you are doing well. Get Ami here. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് ടു ഗ്രോത്ത്, അതായത് കുട്ടിക്കാലം മുതലുള്ള നമ്മളെ വളർച്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, കഴിഞ്ഞ ഓരോ കാര്യത്തിൽ, അതായത് ചെറിയ ഓരോ കാര്യത്തിലൂടെ നമ്മളത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മളെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളെ പാരൻസ് നമ്മളെ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായത്, അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ നല്ല രീതിയിൽ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, അത് ഗ്രോത്ത് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഗ്രോത്ത് ചെയ്തിട്ടുണ്ടായത്. ഈ കുട്ടിയായിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഓരോന്നും ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടാവല്ലേ. ആദ്യം വീഴും, പിന്നെ എഴുന്നേൽക്കും, പിന്നെ അത് ഓരോ പിച്ചവയ്ക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ലെവൽസിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്കത് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മളത് കടന്നു വന്നിട്ട് നമുക്ക് ഒരുപാട് ടീം മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം കുട്ടിയാണല്ലോ, അന്ന് ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, എനിക്കിന്നൊരു സപ്പോർട്ടിങ്ങിന് ടീം മെമ്പേഴ്സ് ഇല്ലാത്തതുപോലെ ഒരു ഫീലിങ്സ്. തനിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക, ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നർ ചൈൽഡിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നും അത് എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് എഫക്റ്റുകൾ വന്നിട്ടുണ്ടാവും. അത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലെവൽസിലൂടെ അത് കടന്നു പോകാതെ അതിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ബ്ലോക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റം വരുത്തേണ്ടതാണ്. അത് മാറ്റം വരുത്തേണ്ട ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നല്ല രീതിയിൽ അതിന് വേണ്ടിക്ക് ഫൊഗീവ് ചെയ്യുക. നിങ്ങളിപ്പം ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ജസ്റ്റ് റൈറ്റ് ഡൗൺ യുവർ പേപ്പർ. നമ്മൾ പേപ്പറിൽ അത് നല്ല രീതിയിൽ എഴുതുക. ഒന്നെങ്കിൽ അത് റിലീസ് ചെയ്യുക, അതൊന്ന് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കളഞ്ഞ് വെക്കുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും ഇതിന് റിസൾട്ട് ഉണ്ടാവും. കാരണം ഇന്നും ആമി ടോക്കിൽ ഒരുപാട്